എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചെമ്പരത്തിയാണ് പരിചയപ്പെടുത്തുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന പൂവാണ് ചെമ്പരത്തിപ്പൂ. പണ്ട് കാലം മുതലേ നമ്മൾ കാണുന്നതാണ് ചെമ്പരത്തിയെ അറിയാത്തവരാരും ഉണ്ടാവില്ല. എന്നാലും അതിൻ്റെ ഗുണങ്ങളെല്ലാം അറിയാത്തവരുണ്ടാവാം. അപ്പോൾ ചെമ്പരത്തിയുടെ ഗുണങ്ങളാണ് പറയുന്നത്. ഔഷധ ഗുണമുള്ള സസ്യമാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. അലങ്കാര ചെടിയായിട്ടും വളർത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ഇതിലേക്കല്ലേ എല്ലാവരും വന്നേക്കുന്നത്. ഇത് എല്ലാ കളറിലും ഈ ചെമ്പരത്തിപ്പൂ അലങ്കാര ചെടിയായിട്ട് വളർത്താറുണ്ട്. വെള്ള, മഞ്ഞ, പിങ്ക്, അങ്ങനെ പല കോമ്പിനേഷൻ, പല കളറുള്ളത് ഉണ്ട്. ഈ റെഡ് ഹൈബിസ്കസ് അതിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. ഹോമിയോയിലും മറ്റ് ഔഷധമായിട്ടും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ചെമ്പരത്തി. ഇത് സാധാരണ അലങ്കാരങ്ങൾക്കെല്ലാം ഈ കുരുത്തോലകളുടെ അറ്റത്തെല്ലാം കെട്ടി ഒക്കെ തൂക്കി ഇട്ട് അലങ്കരിക്കാറുണ്ട്. പക്ഷേ തലയിൽ ചൂടാറില്ലെങ്കിലും മുടിക്കെല്ലാം ഏറ്റവും ഗുണമുള്ള ഒന്നാണ് ഈ ചെമ്പരത്തിയുടെ ഷാമ്പു ഉണ്ടാക്കാം. ആ ഷാമ്പു ഇട്ട് കുളിക്കുകയാണെങ്കിൽ, അതായത് താളിയിട്ട് കുളിക്കുകയാണെങ്കിൽ ഇലയും പൂവും മുട്ടും എല്ലാം കൂടി ഇട്ട് അരച്ച്, അപ്പോൾ നല്ല ഷാമ്പു, നല്ല രസമാണ്. ഷാമ്പു തലയിൽ തേച്ച് കുളിക്കുമ്പോൾ നല്ല സുഖവും മുടിക്കെല്ലാം നല്ല മിനുക്കവും നല്ല ഒരു സന്തോഷം, മുടി വളരുകയും ചെയ്യും. ഈ നമ്മുടെ മുടിയുടെ സ്കിന്നില്ലേ, അതിനെല്ലാം തലയോട്ടിൽ അതെല്ലാം നല്ല ബലമുള്ളതാവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ട് വരച്ച് പഠിച്ച പൂവാണ് ചെമ്പരത്തിപ്പൂ. നമ്മൾ പഠിക്കുമ്പോഴേക്കാൾ ചെമ്പരത്തിയുടെ ഭാഗങ്ങളാണല്ലോ പഠിക്കാനായിട്ടൊക്കെ അധികം ഉപയോഗിക്കുന്നത്. അതിലെല്ലാ വശങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ചെമ്പരത്തിയിലേക്ക് കടക്കാം. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് ഈ ചെമ്പരത്തി. സ്കിന്നിനും നല്ലത്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട്. മുടി വളരുന്നതിന് നല്ലത്. ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ദഹനത്തിന് നല്ലത്. ആർത്തവ വേദന ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്നു. അകാലനിര കുറയ്ക്കുന്നു. വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു, അതായത് യൗവനം നിലനിർത്തുന്നു. വാർദ്ധക്യ ലക്ഷണം എന്ന് പറയുമ്പോൾ അകാലനര എല്ലാം അതിൽ പെടും. സ്കിന്നിൻ്റെ രൂപങ്ങളും എല്ലാം അതിൽ പെടുന്നതാണ്. അതെല്ലാം കുറയ്ക്കുന്നു ഈ ചെമ്പരത്തി കൊണ്ട്. അപ്പോൾ ചെമ്പരത്തി എല്ലാവരും ചെമ്പരത്തി നട്ടു വളർത്താനായിട്ട് എളുപ്പമാണ്. എല്ലാവരും നട്ടു വളർത്തുക. എണ്ണ കാച്ചാറുണ്ട്. നിരവധി ഗുണങ്ങളാണ് ഇതിനുള്ളത്. ശരീരഭാരം കുറയ്ക്കുന്നു. ഇത് ജ്യൂസായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ചെമ്പരത്തി നല്ലപോലെ കഴുകി, പൂക്കൾ കഴുകിയൊക്കെ എടുത്തിട്ട് തിളപ്പിച്ച് അപ്പോൾ തന്നെ ആ നിറം വെള്ളത്തിന് തിളപ്പിക്കുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ നിറം ചുവന്ന് വരും. അത് ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ മതി. അത് നമുക്ക് അരിച്ച് കുപ്പിയിലായിട്ട് സൂക്ഷിക്കാം. ആ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ചെമ്പരത്തി ചായ ഉണ്ടാക്കാം. ഇതെല്ലാം നല്ലതാണ്. ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ശരീരഭാരം കുറയ്ക്കും. കുറച്ച് ദിവസം കുടിച്ച് നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാവുന്നതാണ്. ബ്ലഡ് ഷുഗറും എല്ലാം കുറയ്ക്കും. ലിവറിൻ്റെ ഹെൽത്തിന് നല്ലത്. ഭാരം കുറയ്ക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്, ഇങ്ങനെ പോകുന്നു. പല ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ചെമ്പരത്തി എല്ലാവരും നട്ട് വളർത്തുക. വീടിന് അലങ്കാരവുമാണ്.
നിങ്ങൾക്ക് മുമ്പിലൊന്നും കൊണ്ട് ഒരു പഴയ പൂവാണെന്നും പറഞ്ഞ് മുമ്പിൽ നിർത്താൻ ഇഷ്ടമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് നട്ടു വളർത്തുക. ധാരാളം പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അലങ്കാര ചെടിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാത്തതുകൊണ്ട് വെറുതെ ഒരു പൂവ് അവിടെ നിൽക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഗുണങ്ങൾ മനസ്സിലാക്കുക. ഹെൽത്തിന് നല്ലതാണ്, ഹാർട്ടിന് നല്ലത്, ലിവറിന് നല്ലത്, പിന്നെ ക്യാൻസറിൻ്റെ സെല്ലുകളൊക്കെ അതെല്ലാം റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം നല്ലതാണ്. പക്ഷെ ആരും ചെമ്പരത്തി വീട്ടിലുണ്ടെങ്കിൽ ഒരു ചെമ്പരത്തി ടീ കുടിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ പൂവും ശംഖുപുഷ്പത്തിൻ്റെ ടീ ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം. പക്ഷെ ആരും അതിനൊന്നും ശ്രമിക്കാറില്ല. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ചെയ്യുക. ഫാറ്റ് ലിവർ അത് എച്ച് ഡി എല്ലൊക്കെ കുറയ്ക്കും. അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും. പിന്നെ ലിവറിൻ്റെ നല്ലതാണ്, നല്ല ഹെൽത്ത് ഉണ്ടാകും. ലിവർ ഡാമേജ് ആയിട്ട് ചിലവർക്ക് ലിവർ ആബ്സസ് ഒക്കെ ഉണ്ടാകുമല്ലോ. അതുപോലെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ മധുരം വേണ്ടവർക്ക് പഞ്ചസാര ലായനി ചേർക്കാവുന്നതാണ്. അത് അത് കടുപ്പം ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ച് കുടിക്കാം. അങ്ങനെ പലവിധ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സോപ്പ് ഉണ്ടാക്കാം ഇതുകൊണ്ട്. ആ സോപ്പ് ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അലോവേരയൊക്കെ കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ താളി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ ധാരാളം ഔഷധ ഗുണമുള്ള സസ്യങ്ങളുണ്ടെങ്കിലും ആരും അതറിയുന്നില്ല, അതിൻ്റെ ഔഷധ ഗുണം. അപ്പോൾ അത് വെറുതെ അങ്ങോട്ട് പാഴായി പോവുകയാണ്. ധാരാളം പൈസയൊക്കെ കൊടുത്ത് നമ്മൾ വിഷം മറ്റ് ഔഷധങ്ങളൊക്കെ കഴിക്കുന്നു. ഇതെല്ലാം നമുക്ക് തനിയെ ചെയ്ത യാതൊരു ദോഷവും ഇല്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങാൻ ശ്രമിക്കുക. ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയുക. അതുപോലെ ക്യാൻസറിൻ്റെ സെൽസ് സ്പ്രെഡ് ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു നഷ്ടമില്ലാത്ത കാര്യമല്ലേ. അതിൻ്റെ ജ്യൂസൊക്കെ കുടിക്കുന്നതിന് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും അതിൻ്റെ നിറം മാറി വരുന്നത് കാണാം. എന്നിട്ട് അരിച്ചിട്ട് കുടിക്കുക. ദോഷമില്ല കേട്ടോ. ഇതൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചൊന്നും പോകുമൊന്നുമില്ല. അതുപോലെ താളി ഉണ്ടാക്കി വന്നില്ലെങ്കിൽ തലയിൽ തേച്ച് കുളിക്കാം. നിർത്തട്ടെ. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.